بسم الله الرحمن الرحيم. تبارك الذي نزل الفرقان على عبده ليكون للعالمين نذيرا الذي له ملك السماوات والأرض ولم يتخذ ولدا ولم يكن له شريك في الملك وخلق كل شيء فقدره تقديرا واتخذوا من دونه آلهة لا يخلقون شيئا وهم يخلقون ولا يملكون لأنفسهم ضرا ولا نفعا ولا يملكون موتا ولا حياة ولا نشورا. وقال الذين كفروا إن هذا إلا إفك افتراه وأعانه عليه قوم آخرون فقد جاءوا ظلما وزورا. وقالوا أساطير الأولين اكتتبها فهي تملى عليه بكرة وأصيلا. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 1226 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ ഖുർആനിലെ 25ാമത്തെ അധ്യായമായ സൂറത്തുൽ ഫുർഖാനിന്റെ പഠനത്തെ തുടർന്നുള്ള ആദ്യ ദിവസ ചർച്ചയാണിന്ന്. ചർച്ചക്കാരൻ മുറിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ A.I. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തബാറകല്ലദീ നസ്സലൽ ഫുർഖാന അലാ അബ്ദിഹി ലിയകൂന ലിൽആലമീന നദീറാ الذي له ملك السماوات والأرض ولم يتخذ ولدا ولم يكن له شريك في الملك وخلق كل شيء فقدره تقديرا واتخذوا من دونه آلهة لا يخلقون شيئا وهم يخلقون ولا يملكون لأنفسهم ضرا ولا نفعا ولا يملكون موتا ولا حياة ولا نشورا. وقال الذين كفروا إن هذا إلا إفك افتراه وأعانه عليه قوم آخرون فقد جاءوا ظلما وزورا. وقالوا أساطير الأولين اكتتبها فهي تملى عليه بكرة وأصيلا. صدق الله العلي العظيم. സൂറത്തുൽ ഫുർഖാനിലെ ആദ്യത്തെ ഏതാനും ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ഈ സൂറത്തിന്റെ 77 ആയത്തുകൾ അടങ്ങി ഈ സൂറത്തിന്റെ പഠനം ഇന്നലെ നമ്മൾ പൂർത്തിയാക്കുകയുണ്ടായി. മക്കയിലാണ് ഈ സൂറത്ത് അവതരിപ്പിക്കപ്പെടുന്നത്. സൂറത്തുൽ മുഅ്മിനൂൻ അവതരിപ്പിച്ച ഏകദേശം അതിന്റെ തുടർച്ചയായി സമാനമായൊരു സമയത്തായിട്ട് ആണ് ഈ സൂറത്തിന്റെ അവതരണം മനസ്സിലാക്കപ്പെടുന്നത്. ഇതിലെ മുഖ്യമായ പ്രതിപാദ്യം വിശുദ്ധ ഖുർആൻ എന്ന ഈ ദൈവിക ഗ്രന്ഥം അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതിന്റെ സ്വീകാര്യത, അത് ജനങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വം, വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന അടിസ്ഥാന ദർശനമായ അള്ളാഹുവിന്റെ ഏകത്വം, ഈ കാര്യങ്ങളിൽ ഊന്നി
നിന്നുകൊണ്ടുള്ള വിഷയങ്ങളാണ് സൂറത്തുൽ ഫുർഖാനിൽ പ്രതിപാദിക്കപ്പെടുന്നതായിട്ട് നമ്മൾ കാണുകയുണ്ടായത്. ഈ വിഷയങ്ങൾ നേരത്തെ അവതരിപ്പിക്കപ്പെട്ടതാണ്. അതിനോട് മക്കയിലെ ആളുകൾ സ്വീകരിച്ച പ്രതികൂലമായ എതിർപ്പോടുകൂടിയുള്ള പ്രതികരണം, അവർ ഉന്നയിച്ചുകൊണ്ടിരുന്ന ആക്ഷേപങ്ങളും വിമർശനങ്ങളും ഒക്കെ, അതിനോടൊക്കെ പ്രതികരിച്ചുകൊണ്ടുള്ളതാണ് ഈ സൂറത്തിന്റെ മുഖ്യമായ പ്രതിപാദ്യങ്ങൾ എന്ന് കാണാൻ കഴിയും. ഒന്നാമത്തെ ആയത്തിൽ തന്നെ പരാമർശിക്കപ്പെട്ടിട്ടുള്ള പദമാണ് അൽ ഫുർഖാൻ എന്നത്. അതാണ് ഈ സൂറത്തിന്റെ തലക്കെട്ടായിട്ട്, ഈ സൂറത്തിന്റെ പേരായിട്ട്, ശീർഷകമായിട്ട് അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത്. സത്യവും അസത്യവും വേർതിരിക്കുന്ന സത്യാസത്യ വിവേചകമായിട്ടുള്ള ഒരു മാനദണ്ഡം എന്നാണ് ആ വാക്ക് നൽകുന്ന സൂചന. ആ വാക്കിന്റെ ഭാഷാപരമായിട്ടുള്ള സൂചന അതാണ്. അപ്പോ ഈ സൂറത്ത് തുടക്കം മുതൽ അവസാനം വരെ നമ്മൾ വിശദമായിട്ട് പഠന വിധേയമാക്കുകയുണ്ടായി. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യങ്ങളും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആവശ്യമുള്ള വിശദീകരണങ്ങളും ഒക്കെയാണ് ഇനി നടക്കേണ്ടിയിരിക്കുന്നത്. ചോദ്യങ്ങള് പുതിയതായിട്ട് ഒന്നും പറയത്തക്ക ചോദ്യങ്ങളൊന്നും അയച്ചു കിട്ടിയിട്ടില്ല. ഞാൻ ഒരു ദിവസം മുമ്പ് ചിലർ നടത്തിയിരുന്ന പ്രതികരണങ്ങളെ നിങ്ങളെ കേൾപ്പിച്ചുകൊണ്ട് അതിനോട് പ്രതികരിച്ച് ചില കാര്യങ്ങൾ സൂചിപ്പിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം ഹമീദ് മാത്തർ എന്ന പേരിലുള്ള പ്രൊഫൈലിലുള്ള ആളാണ്. അത് സത്യവിശ്വാസം എന്ന ബോധവും വിശ്വാസം സത്യമാണോ എന്ന വിശ്വാസം സത്യമാണെന്ന ബോധവും തമ്മിലെ വ്യത്യാസം എന്തെന്ന് വിവരിക്കാമോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. സത്യവിശ്വാസം എന്ന ബോധം ഒന്ന്, വിശ്വാസം സത്യമാണ് എന്ന ബോധം, ഇത് തമ്മിലുള്ള വ്യത്യാസം. സത്യവിശ്വാസം എന്നത് ശരിയായ മാറ്റുരച്ച് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലുള്ള വിശ്വാസം. അത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. യുക്തിയുടെയും ബുദ്ധിയുടെയും തലത്തില് മനുഷ്യന് സാധ്യമായ വിധത്തില് കാര്യങ്ങളെ വിവേചിച്ച് വിലയിരുത്തി ബോധ്യപ്പെടുന്ന ഒരു കാര്യം വിശ്വസിക്കുകയാണ്. അതാണ് സത്യവിശ്വാസം. അതിന്റെ അടിത്തറ മനുഷ്യന്റെ കാര്യങ്ങളെ വിവേചിച്ചറിയാനുള്ള കഴിവും യുക്തിപരമായുള്ള അന്വേഷണവും ആലോചനയും ഒക്കെ തന്നെയാണ്. അതിനൊരു ഒരു ഇന്റലക്ച്വൽ ബേസിസ് ഉണ്ട്. അത് ഒരു അടിത്തറ ഇല്ലാത്ത, അങ്ങനെയാണ് ഞങ്ങളുടെ പൂർവികരും പൂർവികരുടെ പൂർവികരും ഒക്കെ വിശ്വസിച്ചു വരുന്നത് എന്നൊരു വർത്താനം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ളതല്ല. എന്നാൽ വിശ്വാസം സത്യമാണ് എന്ന് പറയുന്നത് ആരാണ് അങ്ങനെ പറയുന്നത് എന്നുള്ളത് പരിശോധിക്കണം. പറയുന്ന ഓരോ കൂട്ടരും വ്യത്യസ്തമായ രീതിയിലായിരിക്കും അത് കൊണ്ട് നടക്കുന്നുണ്ടാവുക. അതിന് റീസൺ എന്നത്, യുക്തി എന്നത് കാര്യകാരണ അടിത്തറയില് കാര്യങ്ങളെ വിവേചിച്ച് വിശകലനം ചെയ്ത് ബോധ്യമാവുക എന്നത് ഒരു മാനദണ്ഡം ആയിക്കൊള്ളണം എന്നില്ല. ഇതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചില മാനദണ്ഡങ്ങളോ അടിത്തറകളോ ഒക്കെ ഉണ്ടായെന്നും വരാം. പക്ഷെ എസെൻഷ്യലി അതൊരു ബുദ്ധിക്ക് ഉൾക്കൊള്ളാവുന്ന, യുക്തിക്കും അതുപോലെ ശരിയായ വിശകലനത്തിനും വിധേയമാക്കിക്കൊണ്ട് ബോധ്യപ്പെട്ട ഒരു കാര്യമായിക്കൊള്ളുന്നില്ല. മാത്രമല്ല അതിന്റെ തുടർന്നുള്ള പ്രോസസ്സില് ഉടനീളം ഒരുതരം മന്ദതയാണ്, ഒരുതരം ബ്ലൈൻഡ്നെസ് ആണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള വിശ്വാസങ്ങൾ നമുക്ക് ധാരാളം കാണാൻ കഴിയും. പല മതസമൂഹങ്ങളും കൊണ്ട് നടക്കുന്ന കാണാൻ കഴിയും.
യഥാർത്ഥത്തിൽ എല്ലാ മതവിശ്വാസ സംഹിതകളിലും യുക്തിയുടെ ഭദ്രമായ ഒരു അടിത്തറ തുടക്കത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുക. അത് ഇസ്ലാം തന്നെയാണ്. ഇസ്ലാമിൽ നിന്ന് ദൈവികമായ പ്രകൃതിപരമായ മതം, അതിൽ നിന്ന് ഓരോ സമൂഹവും അകന്നു പോയപ്പോഴാണ് അതിലേക്ക് പല വിശ്വാസപരമായ ജീർണതകളും കടന്നുകൂടുന്നത്. ബുദ്ധിശൂന്യവും അന്ധവിശ്വാസപരവുമായ പല കാര്യങ്ങളും അതിലേക്ക് കടന്നു വരുന്നത് അത് ദൈവിക മതത്തെ വികലമാക്കപ്പെടുമ്പോഴാണ്. ഇസ്ലാം വരച്ചു കാണിക്കുന്ന മനുഷ്യ ചരിത്രം വെച്ച് നോക്കുമ്പോൾ ആദ്യത്തെ മനുഷ്യൻ തന്നെ കൃത്യമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിൽ വിശ്വാസമുള്ളവനായിരുന്നു. ആദ്യത്തെ മനുഷ്യൻ ആദം അലൈഹിസ്സലാം അള്ളാഹു പഠിപ്പിച്ചു കൊടുത്ത ചില പശ്ചാത്താപ വാക്കുകള്, പശ്ചാത്തപിക്കാനുള്ള ചില പ്രാർത്ഥനാ വചനങ്ങള് ഉരുവിട്ടുകൊണ്ടാണ് ഭൂമുഖത്തെ ജീവിതം ഒന്നാമത്തെ മനുഷ്യൻ ആരംഭിക്കുന്നത് തന്നെ. ഫതലഖ ആദമു മിർ റബ്ബിഹി കലിമാത്തിൻ ഫതാബ അലൈഹി. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിൽ പറയുന്ന കാണാൻ കഴിയും. ആദം തന്റെ റബ്ബിൽ നിന്ന് ചില വാചകങ്ങളൊക്കെ കേട്ടു പഠിച്ചു. എന്നിട്ട് ആ വാചകങ്ങൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് പശ്ചാത്തപിച്ച് മടങ്ങി എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വിവരണം സൂറത്തുൽ ബഖറയിൽ കാണാൻ പറ്റും. ആദമിന്റെ സന്തതികൾക്കിടയിൽ പിൽക്കാലത്ത് ഉടലെടുത്ത ഏതേത് വിശ്വാസ വ്യതിചലന ആശയങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതൊക്കെ സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ കഴിയുക ഏകനായ പ്രപഞ്ച സ്രഷ്ടാവായ അള്ളാഹുവിലുള്ള വിശ്വാസം കൈവിട്ടുകൊണ്ട് അവര് പിഴച്ച വഴികളിലേക്ക് പലപ്പോഴും പല ഘട്ടങ്ങളിലുമൊക്കെയായിട്ട് പോവുകയാണ് ഉണ്ടായത് എന്നത് കാണാൻ കഴിയും. അപ്പൊ ഏത് മതത്തിന്റെയും അതിന്റെ അകക്കാമ്പ് അന്വേഷിച്ച് ചെന്നാൽ, ശരിയായ രീതിയിൽ നമ്മൾ അതിനെ വിലയിരുത്തി പരിശോധിച്ചു ചെന്നാൽ അതില് പലതും പല ഘട്ടങ്ങളിലും കൂടിക്കലർന്ന് ചേർന്ന് നാശമായതാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ആയിട്ടുള്ളത്. അതിന്റെ എസെൻഷ്യലായ ആശയം, ആദർശം, മെസ്സേജ് ഏകനായ സ്രഷ്ടാവിന് സമർപ്പിക്കുക എന്ന ആ ആശയത്തിൽ തന്നെയാണ് അതിന്റെയും ഏറ്റവും പ്രൈമോഡിയലായ ഫോം ഉണ്ടായിരുന്നത് എന്നത് വിലയിരുത്തിയാൽ, പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് ശരിയായ അടിത്തറയിലുള്ള ബോധ്യം അതാണ് യഖീൻ എന്ന് പറയുന്നത്. യഖീൻ എന്ന ദൃഢമായ ബോധ്യം അത് ഒരു തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാവുന്നതാണ്. ആരെങ്കിലും പറഞ്ഞ് കേട്ടിട്ട് അതേപടി അങ്ങ് വിഴുങ്ങുന്ന ഒരു രീതിയല്ല യഖീന്റെ അടിത്തറ. കാര്യങ്ങളെ ഏറ്റവും യുക്തിഭദ്രമായ രീതിയിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഒരാൾ ആർജിക്കുന്ന ബോധ്യമാണ് ശരിയായ വിശ്വാസം. അതാണ് യഖീൻ. ആ യുക്തിപരതയുടെയും ബുദ്ധിപരതയുടെയും അടിത്തറയിൽ നിന്ന് ഇളകിപ്പോയതിനു ശേഷം, തലമുറകൾ പിന്നിട്ടതിന് ശേഷവും പൂർവികരുടെ ചില രീതികൾ എന്നുള്ള നിലക്ക് ആചാരങ്ങളായിട്ട് കൊണ്ടു നടക്കുന്നുണ്ടാവും ചില മതങ്ങള്. വിശേഷിച്ച് നമുക്ക് ആചാരങ്ങളുടെ അടിത്തറയിലുള്ളതാണെന്ന് കാണാൻ കഴിയും. ദൈവികമായ മാർഗദർശനത്തിന്റെയോ യുക്തിയുടെയോ ഒന്നും അടിസ്ഥാനത്തിലാവില്ല. അത് എവിടുന്ന്, എപ്പോ, ഏത് കാലത്ത് ആര് തുടങ്ങി എന്നത് പോലും പറയാൻ കഴിയാത്ത വിധത്തിലുള്ള ആചാരങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഉള്ളതായിരിക്കും അത്തരം മത രീതികളും വിശ്വാസങ്ങളും എന്നത് വിലയിരുത്തിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത്തരം വിശ്വാസങ്ങള് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ട
വിശ്വാസം സത്യമാണ് ആണെന്ന ബോധം എന്ന രണ്ടാമത്തെ കാറ്റഗറിയിൽ അത് ഞങ്ങള് പൂർവികര് അല്ലെ കാരണവന്മാരായിട്ട് പിന്തുടർന്നു വരുന്നത് അതാണ്, അത് സത്യം തന്നെയാണ്, അത് പരിശോധിച്ചിട്ടൊന്നും ഉണ്ടാവില്ല, അങ്ങനെയുള്ള സത്യം തന്നെയാണ് എന്ന വിധത്തിലുള്ള ഒരു ധാരണ, അത് യഥാർത്ഥത്തില് മിക്കപ്പോഴും വളരെ മൂഢമായ ഒരു ധാരണയായിരിക്കും. ഇപ്പോ ക്രിസ്ത്യാനിറ്റിയുടെ ത്രിയേകത്വം ഉദാഹരണത്തിന് അങ്ങനെ ഒരു ക്രിസ്ത്യൻ സമൂഹം പേറേണ്ടി വന്നിട്ടുള്ള ഏറ്റവും ഫൂളിഷ് ആയിട്ടുള്ള ഒരു ആശയമാണ്. ഖുർആൻ അതിനെ തുറന്നു കാണിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ ഏകത്വത്തില്, അള്ളാഹുവിന്റെ ദിവ്യത്വത്തില്, അവന്റെ റുബൂബിയ്യത്തില് അങ്ങനെ പങ്കാളികളുമില്ല, അവനൊരു പുത്രനെയോ സന്താനത്തെയോ ഒന്നും സ്വീകരിച്ചിട്ടുമില്ല. അതൊക്കെ ആരൊക്കെയോ പറഞ്ഞുണ്ടാക്കിയിട്ടുള്ള അബദ്ധങ്ങളാണ്. അവന് പ്രപഞ്ചത്തിലുള്ള സകലതുമായുള്ള ബന്ധം, എല്ലാറ്റിന്റെയും സ്രഷ്ടാവ് അവനാണ്, എല്ലാറ്റിന്റെയും റബ്ബ് അവനാണ് എന്നതാണ്. അവനാണ് എല്ലാറ്റിനെയും സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ സൃഷ്ടി സ്രഷ്ടാവ് ബന്ധമാണ് യഥാർത്ഥത്തിൽ ഏറ്റവും സത്യമായിട്ടുള്ള അതിസംബന്ധമായ വസ്തുത എന്നതാണ് ഖുർആൻ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പൊ അതിന് ഘടകവിരുദ്ധമായിട്ട് ചില മതസമൂഹങ്ങള് ഇത്തരം അബദ്ധവിശ്വാസങ്ങൾ പേറി നടക്കുന്നുണ്ടാവും. അതിന്റെ റൂട്ടിലേക്ക് ചെന്ന് അന്വേഷിച്ചാൽ അതിന്റെ യുക്തിപരതയോ ബുദ്ധിപരതയോ ഒന്നും പറഞ്ഞു തരാൻ കഴിയുന്ന ഒരാളും അവരുടെ കൂട്ടത്തിൽ ഉണ്ടാവുകയില്ല എന്നതാണ് വസ്തുത. സാധാരണ ക്രൈസ്തവരോ അത് ശരിയാണ്, പാതിരിക്കറിയാം, പുരോഹിതനറിയാം, പള്ളിയിൽ അച്ഛനറിയാം, പോപ്പിനറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് അത് അവര് പറഞ്ഞോളൂ, ഞങ്ങളുടെ പണി അതല്ല എന്നൊക്കെയുള്ള നിലക്ക് പറഞ്ഞുകൊണ്ട് അവരെ ഇന്ന് കുതറി മാറുന്നത് കാണാം. പക്ഷെ അതിന്റെ ഏറ്റവും തലപ്പത്തിരിക്കുന്ന ആളുടെ അടുത്തെത്തിയാൽ പോലും അവർക്ക് അതിന്റെ യുക്തിപരത, ബുദ്ധിപരത, സ്വീകാര്യത ഒന്നും വിശദീകരിക്കാൻ സാധിക്കില്ല. അപ്പൊ ഇത് രണ്ടും രണ്ടാണ്. യുക്തിയുടെയും ബുദ്ധിയുടെയും അടിസ്ഥാനത്തിൽ വിലയിരുത്തിക്കൊണ്ടുള്ള ബോധ്യം എന്ന ഒരു സംഗതിയുടെ അടിസ്ഥാനത്തിലുള്ള വിശ്വാസം. രണ്ടാമത്തത് വിശ്വാസം സത്യമാണ് എന്ന അടിസ്ഥാനരഹിതമായ ഒരു ധാരണ. അപ്പോ ഹമീദ് മേത്തറുടെ അതിന്റെ ചോദ്യത്തിന്റെ തുടർച്ചയായിട്ട് വിശ്വാസം സത്യമാണ് എന്ന ബോധത്തിൽ നിന്നല്ലേ മനുഷ്യന്റെ ശരിയായ ബോധങ്ങളെ നിരാകരിക്കപ്പെടുന്ന അന്ധവിശ്വാസങ്ങളുടെ നിലനിൽപ്പ് എന്നാണ് അദ്ദേഹം തുടർന്ന് ചോദിക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. അതാണ് നമ്മളിപ്പോ ഇവിടെ വിശദീകരിച്ചിട്ടുള്ളത്. വിശ്വാസം ഉണ്ടാകുന്നതിന്റെ മുമ്പാണ് അതിന്റെ യുക്തിപരതയും ബുദ്ധിപരതയും ഒക്കെ സ്വീകാര്യമാണ് എന്ന വിധത്തിൽ പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടത്. ഒരു വലിയ ഭാണ്ഡം നമ്മളെ ചുമലിലേറ്റി നടക്കുകയാണ് നമ്മൾ, അത് നമ്മളുടെ വിശ്വാസമാണ് എന്ന പേരിൽ. ആ വിശ്വാസം ശരിയാണോ അല്ലേ എന്നത് പരിശോധിക്കപ്പെടുന്നില്ല. എന്നിട്ട് പിന്നെ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരുപാട് അന്ധവിശ്വാസങ്ങളുമായിട്ട് മനുഷ്യൻ നടക്കുന്നത്. ഇസ്ലാമിൽ നിന്ന് വ്യതിചലിച്ചു പോയിട്ട് രൂപപ്പെട്ടു വന്നിട്ടുള്ള ഏകനായ പ്രപഞ്ചനാഥന് വിധേയപ്പെടുക എന്ന ദീനിൽ നിന്ന് അകന്നുപോയ എല്ലാ മതസമൂഹങ്ങളും, അത് എന്തൊക്കെ പേരിൽ അറിയപ്പെടുന്നതാണെങ്കിലും എല്ലാ മതസമൂഹങ്ങളും പേറുന്നത് ഇതുപോലെയുള്ള ഭാണ്ഡങ്ങളാണ്. ഫലശൂന്യമായ, അർത്ഥരഹിതമായ, അന്ധവിശ്വാസ ജടിലമായ ഭാണ്ഡങ്ങളാണ് അവർ പേറിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് വസ്തുത. അത് ഓരോ വിഷയത്തിലും ഓരോ സമൂഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂക്ഷ്മമായിട്ട് വിലയിരുത്തുമ്പോൾ നമുക്ക് അത് ബോധ്യപ്പെടുകയും ചെയ്യും. കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. മറ്റൊരു ചോദ്യം ഉന്നയിച്ചിരിക്കുന്നത് SK എന്ന പ്രൊഫൈലിൽ നിന്നാണ്. ബംഗ്ലാദേശിൽ ഇതര മതസ്ഥരെ അതിരുകളില്ലാതെ പീഡിപ്പിക്കുന്ന മുസ്ലിങ്ങൾ ആരുടെ മാതൃക പിന്തുടരുന്ന നല്ലവരായ മുസ്ലിങ്ങളാണ് എന്നാണ് ചോദ്യം.
രണ്ട് വിഷയങ്ങളാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത്. ഒന്ന്, ബംഗ്ലാദേശിലെ ഇതര മതസ്ഥര്, മതന്യൂനപക്ഷങ്ങള് പീഡിപ്പിക്കപ്പെടുന്നു എന്നത്. അത് വസ്തുതാപരമാണോ എന്നതാണ് ആദ്യം പരിശോധിക്കേണ്ടത്. ബംഗ്ലാദേശില് രാഷ്ട്രീയ അരക്ഷിതാവസ്ഥ നിലനിൽക്കുന്ന ഒരു സമയമാണിപ്പോ. നേരത്തെയും പലപ്പോഴും വളരെ പവർഫുൾ ആയിട്ടുള്ള ഭരണകൂടങ്ങൾ നിലനിന്നപ്പോഴും നീതിയുടെയും സത്യത്തിന്റെയും ഒന്നും അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങൾ നിർവഹിക്കപ്പെടുന്ന ഒരു അവസ്ഥയായിരുന്നില്ല ഉണ്ടായിരുന്നത്. അന്ന് നീതിക്ക് വേണ്ടിയും നന്മക്ക് വേണ്ടിയൊക്കെ നിലക്കൊണ്ടിരുന്നവരായിരുന്നു പീഡിപ്പിക്കപ്പെട്ടിരുന്നതെങ്കിൽ ഇന്ന് വേറെ പലരുമാണ് എന്നത് കാണാൻ കഴിയും. അപ്പോ ഈ രാഷ്ട്രീയ അനിശ്ചിതത്വവും അരക്ഷിതാവസ്ഥയും നിലനിൽക്കുന്ന ബംഗ്ലാദേശില് പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നത് ഏതെങ്കിലും ന്യൂനപക്ഷ മതവിഭാഗങ്ങളിൽ പെട്ടവരാണോ എന്നതാണ് പരിശോധിക്കപ്പെടേണ്ട ഒരു കാര്യം. എന്റെ ബോധ്യം അങ്ങനെയല്ല എന്നാണ്. പല വിധത്തിലുള്ള അക്രമമർദ്ദനങ്ങളും അതുപോലെ തന്നെ അരാജകത്വത്തിൻ്റെതായ പല സംഗതികളും അവിടെ നടക്കുന്നുണ്ട് എന്നത് നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ ഇത് ഏതെങ്കിലും ഒരു മതവിഭാഗത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. അത് രാഷ്ട്രീയമായിട്ടുള്ള ചേരിതിരിവുകളുടെ കാരണത്താലുള്ള സംഘർഷങ്ങളാണ് അവിടെ നടക്കുന്നത്. അതുകൊണ്ട് രാഷ്ട്രീയമായ ശത്രുതയും പകയും ഉള്ള വിഭാഗത്തില് പെടുന്ന ആളുകൾ പലരും പീഡനങ്ങൾക്ക് ഇരയാവുന്നുണ്ട്. കൂട്ടത്തില് ന്യൂനപക്ഷ മതവിഭാഗങ്ങളിൽ പെട്ടവരും ഉൾപ്പെടുന്നുണ്ട് എന്ന നിലയ്ക്ക് കാണാൻ പറ്റിയിട്ടുള്ളൂ. അതില് വ്യത്യസ്ത രാഷ്ട്രീയ സംഘടനകൾ പരസ്പരം ചെയ്തുകൊണ്ടിരിക്കുന്ന പോരടിക്കലില് ഇരകളാക്കപ്പെടുന്നത് പലരുമാണ്. കൂട്ടത്തില് ന്യൂനപക്ഷ സമൂഹങ്ങള് അല്ലെങ്കിൽ ഹൈന്ദവ വിഭാഗത്തിലൊക്കെ പെട്ടവരുമുണ്ട് എന്നത് ശരിയാണ്. അങ്ങനെ ഉണ്ടാവുന്നത് ഒരിക്കലും തന്നെ ഇസ്ലാം ലക്ഷ്യം വെച്ചുകൊണ്ട് അവരെ ആക്രമിക്കുന്നതല്ല. അങ്ങനെ ഒരു ഭരണകൂടത്തിന്റെ പിൻബലത്തോടോ പിന്തുണയോടോ കൂടി ഇന്ത്യയിലൊക്കെ നടക്കുന്ന പോലെയുള്ള പീഡനമല്ല അവിടെ നടക്കുന്നത്. ഇന്ത്യയിൽ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഒരു സമൂഹത്തെ പൂർണ്ണമായിട്ട് അപരവൽക്കരിച്ച് ലക്ഷ്യമിട്ട് ആക്രമിക്കപ്പെടുന്ന എല്ലാ തലങ്ങളിലും അവരെ ഇവിടുന്ന് പിഴുതെറിയാൻ വേണ്ടി ശ്രമങ്ങൾ നടത്തുന്നതാണ് നമ്മൾ കാണുന്നത്. ഭരണനിർവഹണം നടത്തുന്ന ആളുകളുടെ ഭാഗത്തുനിന്നുണ്ട്, നിയമജ്ഞരുടെയും നീതിന്യായ കോടതികളുടെയും ഭാഗത്തു നിന്നുണ്ട്. ഇവിടെ സംഘടിച്ച് മുസ്ലിം ഉന്മൂലനത്തിന് വേണ്ടി ഒരുങ്ങി പുറപ്പെട്ടിരിക്കുന്ന ചില രാഷ്ട്രീയ കൂട്ടായ്മകളുണ്ട്, അവയുടെ ഭാഗത്തു നിന്നുണ്ട്. ഇതിനൊക്കെ പുറമെ സാമ്പത്തികവും അതുപോലെ വേറെ പല സാമൂഹ്യവും ഒക്കെ ആയിട്ടുള്ള പല ഒറ്റപ്പെടുത്തലും അകറ്റി നിർത്തലും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോ ഒരിടത്ത് കഴിഞ്ഞ ദിവസം പത്രത്തിൽ വായിക്കാൻ പറ്റിയിട്ടുള്ളത്, ഒരു മുസ്ലിം മന്ത്രിയുടെയോ അല്ലെങ്കിൽ ഉയർന്ന പദവിയിലുള്ള ഒരാൾക്ക് അയാള് വാടകയ്ക്ക് എടുത്ത വീട് ഫ്ലാറ്റ് ആ കെട്ടിടത്തിലെ മറ്റു ഫ്ലാറ്റുകളിൽ താമസിക്കുന്ന ആളുകള് ഒരു മുസ്ലിമായ ഒരാൾക്ക് ഫ്ലാറ്റ് നൽകിയതിൽ അല്ലെങ്കിൽ അപ്പാർട്ട്മെന്റ് നൽകിയതിന്റെ പേരിൽ പ്രക്ഷോഭവും പ്രതിഷേധവും ഒക്കെ നടത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റിയത്. ഇതുപോലെ രാജ്യത്ത് നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് സംഘപരിവാരവും അവരുടെ അനുബന്ധ ശക്തികളും ഒക്കെ ചേർന്നുകൊണ്ട് രാജ്യത്തുണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് യഥാർത്ഥത്തിൽ അതിനുള്ള കാരണം. ബാബരി മസ്ജിദിന്റെ കഥയും നമുക്കറിയാം. സുപ്രീം കോടതി അവസാന വിധി അനുകൂലമായി ചിലർക്ക് അത് നൽകിയിട്ടുണ്ടല്ലോ. ആ വിധിക്ക് അടിത്തറയായിക്കൊണ്ട് അതിനുള്ള ന്യായമായിക്കൊണ്ട് ഒരു തെളിവും സുപ്രീം കോടതിക്ക് കാണാൻ പറ്റിയിട്ടില്ല. ഒരു തെളിവുമില്ലാതെ സാമൂഹ്യ സമ്മർദ്ദങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ ഭൂരിപക്ഷ ന്യൂനപക്ഷ പ്രതികരണങ്ങളെ മുഖവിലക്ക് എടുത്തുകൊണ്ടോ ഒക്കെയാണ് നീതിയും സത്യവും ന്യായവും ഒന്നുമല്ല കോടതിക്ക് അതിന് തെളിവായിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് തന്നെ വലിയ അക്രമത്തിന്റെ
ഒരു സമൂഹത്തെ അടിച്ചമർത്തുന്നതിന്റെ ഏറ്റവും പ്രകടമായ ലക്ഷണമാണ്. പിന്നെ സമീപകാലം വരെ ലിഞ്ചിങ് ഒരു തുടർക്കഥയായിരുന്നല്ലോ. ഇപ്പോഴും ഉത്തർപ്രദേശില് പോലെയുള്ള സംസ്ഥാനങ്ങളിൽ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന പല സംഭവങ്ങളും ലക്ഷ്യമിട്ടുകൊണ്ട് ഒരു സമൂഹത്തെ ആക്രമിക്കുന്നതാണ്. ബംഗ്ലാദേശിൽ നടക്കുന്നതിന്റെ സ്വഭാവം അങ്ങനെയല്ല എന്നതാണ് എല്ലാ മാധ്യമങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. അത് എതിർചേരിയിലുള്ള രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസമുള്ള വിഭാഗത്തോട് അവരെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ആക്രമണങ്ങളും ദ്രോഹങ്ങളും നടക്കുന്ന കൂട്ടത്തില് ആ സംഘടനയിലും വിഭാഗത്തിലും ഒക്കെ പെട്ട ന്യൂനപക്ഷ സമൂഹത്തിലെ ആളുകളും ഉൾപ്പെടുന്നു എന്ന ഒരു കാര്യമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. അക്കാര്യത്തിൽ തന്നെ ബംഗ്ലാദേശിലെ കൂട്ടത്തിൽ മെച്ചപ്പെട്ട ഇസ്ലാമികമായ ആഭിമുഖ്യം കാണിക്കുന്ന ആളുകള് അതിനെതിരെ വലിയ ജാഗ്രത കാണിക്കുന്നതും വലിയ പ്രതിഷേധം രേഖപ്പെടുത്തുന്നതും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പം ബംഗ്ലാദേശിന്റെ ചുമതല ഏൽക്കാൻ രംഗത്ത് വന്ന മുഹമ്മദ് യൂനുസ് തന്നെ അതൊരു നിബന്ധനയായിട്ട് പറഞ്ഞുകൊണ്ടാണ് താൽക്കാലികമായിട്ടുള്ള ചുമതല ഏൽക്കാൻ സന്നദ്ധനായിട്ടുള്ളത്. ന്യൂനപക്ഷ വിഭാഗത്തിൽ പെടുന്നവർ ആക്രമിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായാൽ ഞാൻ ഈ സ്ഥാനം ഉപേക്ഷിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയൊക്കെ പറയുന്ന ആ പ്രതിബദ്ധത കാണിക്കുന്ന ഒരു സ്വഭാവമുള്ള നേതാക്കന്മാര് ധാരാളം അവിടെ ഉണ്ട്. ഇതിലൊക്കെ ഉപരിയായിട്ട് ബംഗ്ലാദേശിന്റെ തുടക്കം മുതൽ ഇന്ന് വരെ അത് ഇസ്ലാമിക ആദർശം ഉൾക്കൊണ്ടുകൊണ്ട് ഇസ്ലാമിക ആദർശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സ്ഥാപിക്കപ്പെട്ട ഒരു ഇസ്ലാമിക രാജ്യമായിട്ട് ആർക്കും ഒരു തെറ്റിദ്ധാരണയും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഉണ്ടാവേണ്ട കാര്യവുമില്ല. കാരണം അത് ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും കൊമ്പ് കോർക്കലിന്റെ ഫലമായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ചരടുവലികൾ നടത്തിക്കൊണ്ടൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു രാജ്യമാണ്. ആ രാജ്യം എന്തിന് പാകിസ്ഥാനിൽ നിന്ന് വേർപെട്ടു പോന്നു എന്ന് ചോദിച്ചാൽ അതിന് അവര് രണ്ടു കൂട്ടരും ഇസ്ലാമിക ആദർശത്തില് നിലകൊള്ളുന്നവരാണെങ്കിൽ പ്രത്യേകിച്ച് മറുപടി ഒന്നും നൽകാനുണ്ടാവില്ല. ഇസ്ലാമിക് റിപ്പബ്ലിക്കായി ഫോം ചെയ്യപ്പെട്ടതാണ് പാകിസ്ഥാൻ എങ്കിൽ ആ അടിത്തറയിൽ അവര് നിലകൊള്ളുന്നുവെങ്കിൽ എന്തിനാണ് ബംഗ്ലാദേശ് വേർപെട്ടു പോകുന്നത്? അയൽരാജ്യമായ ഇന്ത്യ അത് വേർപെട്ടു പോകുന്നതിൽ നല്ലൊരു കളി കളിച്ചിട്ടുണ്ട് എന്നുള്ളത് ചരിത്ര വസ്തുതയാണ്. ഇന്ത്യൻ സൈന്യവും ബംഗ്ലാദേശില് പാകിസ്ഥാനിൽ നിന്ന് വേർപെട്ടു പോരുന്നതിന് വേണ്ട വിധത്തിലുള്ള പിന്തുണ കൊടുത്തുകൊണ്ടൊക്കെ പല ഇടപെടലും പലപ്പോഴും നടത്തിയിട്ടുമുണ്ട്. അത് ഇതൊക്കെ ചരിത്രത്തിന്റെ നമുക്ക് കാണാവുന്ന വസ്തുതകളാണ്. അതുകൊണ്ട് നിലവില് ബംഗ്ലാദേശ് ധാരാളം മുസ്ലിങ്ങൾ അധിവസിക്കുന്ന എന്നാൽ ഇസ്ലാമിക ആദർശ അടിത്തറയില് രൂപകൽപ്പന ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു രാജ്യ സംവിധാനമാണ് എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. അത് നമ്മൾ എന്താണോ ലക്ഷ്യമിടുന്നത് അതുപോലെയാണല്ലോ. ഇപ്പൊ ഒരാള് ഒരു മുസ്ലിം പേരുള്ള അല്ലെങ്കിൽ മുസ്ലിമായ ഒരാള് തന്നെ ഒരു ലിക്കർ ഷോപ്പ് തുടങ്ങിയാൽ അത് ഇസ്ലാമിന്റെ സംരംഭമാണെന്ന് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ ഒരു പ്രോസ്റ്റിറ്റ്യൂഷൻ ഹൗസ് തുടങ്ങിയാൽ അത് ഇസ്ലാമിന്റെ സംരംഭമാണെന്ന് പറയാൻ പറ്റുമോ? ഇതുപോലെയൊക്കെയുള്ള പല കാര്യങ്ങളും ബംഗ്ലാദേശുമായി ബന്ധപ്പെട്ടുകൊണ്ടും കാണാൻ കഴിയും. ഞാൻ അവിടെയുള്ള മുസ്ലിങ്ങളെ പൂർണ്ണമായിട്ടും സ്ലൈറ്റ് ചെയ്ത് വില കുറച്ച് കാണുകയല്ല. അവരുടെ ഒരു രാഷ്ട്രം എന്ന നിലക്കുള്ള അതിന്റെ രൂപീകരണത്തിന് വേണ്ടിയുള്ള കൂട്ടായ്മയും മുന്നേറ്റവും ഒക്കെ ഉണ്ടായപ്പോ ഇസ്ലാം ആയിരുന്നില്ല യഥാർത്ഥത്തിൽ അവരുടെ താല്പര്യമായിട്ടുണ്ടായിരുന്നത് എന്നത് വളരെ വ്യക്തമാണ്. ചരിത്രം അറിയുന്നവർക്കൊക്കെ അതറിയാം. അതുകൊണ്ട് അത് ഇസ്ലാമിന്റെ മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ട് വിലയിരുത്തേണ്ട ഒരു കാര്യമല്ല. ഇപ്പൊ പലിശാധിഷ്ഠിതമായിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ മുസ്ലിം പേരുള്ള ആളുകളെ അല്ലെങ്കിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ അംഗങ്ങൾ തുടങ്ങുന്നുവെങ്കിൽ അത് അവര് ചെയ്യുന്ന ഒരു തെറ്റ്, ഒരു തിന്മ എന്നല്ലേ കാണാൻ പറ്റുള്ളൂ. അത് ഇസ്ലാമിന്റെ ഒരു സംരംഭമാണെന്നുള്ള നിലക്ക് കാണാൻ പറ്റും. മയക്കുമരുന്ന് കച്ചവടം നടത്തുന്ന മുസ്ലിങ്ങൾ ഉണ്ടാകാം. അത് ഇസ്ലാമിന്റെ വലിയൊരു സംരംഭമാണ് എന്ന് ആരെയും പറയാറുണ്ടോ? ഇസ്ലാം നിന്ന് അകന്നു പോകുന്ന
ഇസ്ലാമിക മൂല്യങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് ജീവിക്കുന്ന, ഇസ്ലാമിക ആദർശത്തിന് യാതൊരു വിലയും കൽപ്പിക്കാത്ത പല ആളുകളും ഇസ്ലാമിക സമൂഹത്തിൽ പലയിടത്തും ഉണ്ട്. അതില് എന്താണ് തർക്കമുള്ളത്? ആർക്കാണ് അത് അറിയാത്തത്? എല്ലാവരും സമ്മതിക്കുന്ന, എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. പക്ഷെ അതാണോ ഇസ്ലാം പഠിപ്പിക്കുന്നത്? ഒരിക്കലും അല്ല. എന്തുകൊണ്ടല്ല എന്ന് ചോദിച്ചാൽ അത്രയ്ക്ക് അവർ ഇസ്ലാം ആയിട്ടുള്ളൂ. അതാണ് അതിനുള്ള കാരണം. ശരിയായ വിധത്തിൽ ഇസ്ലാമിനെ ഉൾക്കൊള്ളുന്ന ആളുകൾ അങ്ങനെയുള്ള നയത്തിലോ നിലപാടുകളിലോ പ്രവർത്തനങ്ങളിലോ ഉണ്ടാവില്ല. അതല്ലാത്ത ആളുകൾ ഉണ്ടാവുകയും ചെയ്യും. ഇപ്പം ഭാഗ്യക്കുറി, ലോട്ടറി എടുക്കുക എന്നുള്ളത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഹലാലായൊരു സംഗതിയല്ല. പക്ഷെ എത്ര മുസ്ലിങ്ങൾക്ക് ലോട്ടറി അടിക്കുന്നുണ്ട് ഇവിടെ, അവരതിന്റെ ഗുണം പറ്റുന്നില്ല. അതുപോലെ പല കാര്യങ്ങളും നമുക്ക് സമൂഹത്തിൽ ഇസ്ലാം വിരുദ്ധമായത് മുസ്ലിങ്ങൾക്കിടയിൽ കാണാൻ സാധിക്കും. അത് അവരും മനുഷ്യരാണ്. അവരിൽ എത്രത്തോളം ഇസ്ലാം ഉണ്ടോ അത്രത്തോളം ഇസ്ലാം ഉള്ളൂ. അവരിൽ ഇല്ലാത്ത ഗുണങ്ങളുടെ പേരിൽ ആരും അവകാശവാദം ഉന്നയിക്കേണ്ടതില്ലല്ലോ. അല്ലെങ്കിൽ അവരിലുള്ള ഇസ്ലാമേതരമായ കാര്യങ്ങളെ അത് ഇസ്ലാമേതരമായ കാര്യങ്ങളായിട്ട് തന്നെയാണ് കാണേണ്ടത്. അത് അവരുടെ വ്യതിചലനവും അവരുടെ മാർഗഭ്രംശവും ഒക്കെ ആയിട്ട് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അത്രേ ഉള്ളൂ. ബാക്കി ഈ ബംഗ്ലാദേശില് ന്യൂനപക്ഷ സമൂഹത്തിൽപ്പെട്ട ആളുകളെ ലക്ഷ്യമിട്ട് ആക്രമിക്കപ്പെടുന്നു എന്നത് മനസ്സിലാക്കാൻ കഴിഞ്ഞിടത്തോളം വസ്തുതാപരമല്ല. അവരും അതിൽ ഉൾപ്പെടുന്നു എന്നതാണ് ഒരു വസ്തുത. അത് രാഷ്ട്രീയമായ സംഘർഷത്തിന്റെ ഫലമായിട്ട് ഉള്ളതാണ്. ഇന്ത്യയിൽ നടക്കുന്ന പോലെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള മുസ്ലിം ഉന്മൂലനം എല്ലാവർക്കും അറിയല്ലോ. ആയിരക്കണക്കിന് പ്രഭാഷണങ്ങളും രചനകളും അതുപോലെ അസംഖ്യം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള സാമുദായിക ഉന്മൂലനം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള കലാപങ്ങളും ഒക്കെ നമ്മുടെ രാജ്യത്ത് നടന്നിട്ടുണ്ട്. അങ്ങനെയുള്ള പല സംഗതികളും അരങ്ങേറിയിട്ടുണ്ട്. അത് ലക്ഷ്യമിട്ടുകൊണ്ട് ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ളതാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ലോകത്തെ ഏത് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിലും അമുസ്ലിങ്ങള് താരതമ്യേന മറ്റു പലയിടങ്ങളിലെക്കാളും ഒക്കെ സുരക്ഷിതരായിട്ടാണ് ഉള്ളത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. അവർക്ക് പ്രത്യേകമായ പരിഗണന ലഭിക്കുന്നതും ന്യൂനപക്ഷ സമൂഹങ്ങൾ എന്നുള്ള നിലക്കുള്ള പ്രത്യേകമായ പല പരിരക്ഷയും ഒക്കെ നൽകപ്പെടുന്ന അനുഭവങ്ങളാണ് പല സമൂഹങ്ങളിലും കാണാൻ പറ്റിയിട്ടുള്ളത്. അവരോട് ഇസ്ലാമിന്റെ സന്ദേശം എത്തിച്ചു കൊടുക്കാനുള്ള പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ടാവും. അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നുണ്ടാവും. കാരണം ഇസ്ലാമാണ് സത്യം എന്നതാണ് അതിന് കാരണം. സത്യം പുൽകാൻ അവസരം ഉണ്ടാവാതെ ഒരാൾ മരിച്ചു പോകുന്നത് മഹാ ദൗർഭാഗ്യമാണ് എന്ന് തന്നെയാണ് മുസ്ലിങ്ങൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഇസ്ലാമിന്റെ സന്ദേശം എത്തിയിട്ടില്ലാത്ത, അത് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ലാത്ത ആളുകളിലേക്കൊക്കെ ഇസ്ലാമിന്റെ സന്ദേശം എത്തിക്കാനുള്ള ശ്രമങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. അതിന്റെ അർത്ഥം അവര് ഏതെങ്കിലും നിലക്ക് അതിലേക്ക് ഫോഴ്സ് ചെയ്യപ്പെടുന്നു എന്നോ അല്ലെങ്കിൽ അമുസ്ലിങ്ങളായിട്ട് അവർക്ക് അവിടെ തുടരുന്നതിന് എന്തെങ്കിലും പ്രയാസം ഉണ്ടാവുന്നു എന്നൊന്നുമല്ല. അതിന് മുസ്ലിം സമൂഹവും വലിയ പരിഗണനയും ശ്രദ്ധയും ഒക്കെ തന്നെയാണ് നൽകുന്നത് എന്നതാണ് വസ്തുത. ബംഗ്ലാദേശിലും അത്തരം പരിഗണനയും ശ്രദ്ധയും സംരക്ഷണവും ഒക്കെ നൽകുന്നതിന് പ്രമുഖരായ പല മുസ്ലിം നേതാക്കന്മാരും സംഘടനകളും ഒക്കെ പ്രയത്നിക്കുന്നത് ശ്രദ്ധയിൽ വന്നിട്ടുണ്ട്. കേരളത്തിലെ മുസ്ലിം സംഘടനാ നേതാക്കന്മാർ പോലും ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേകമായ സംരക്ഷണം ഏർപ്പെടുത്തണം എന്നൊക്കെ അവിടുത്തെ ഭരണകൂടത്തോട് ആവശ്യപ്പെട്ട് നമുക്ക് കാണാൻ കഴിയും. ഇന്ത്യയിലെ മുസ്ലിം ന്യൂനപക്ഷത്തിനെ ലക്ഷ്യമിട്ട് ആക്രമണം ഉണ്ടാകുമ്പോൾ അതിനെതിരിൽ എത്ര ഹൈന്ദവ സംഘടനകളോ നേതാക്കന്മാരോ പ്രതികരിച്ചതും രംഗത്ത് വന്നതും നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും? കാണൂല, മിണ്ടാതിരിക്കുകയേ ചെയ്യുള്ളൂ. കേരളത്തിൽ പോലും അങ്ങനെയുള്ള സംഗതികൾ ഉണ്ടാവുമ്പോൾ അപൂർവമായിട്ട്, അതും ആ മത പശ്ചാത്തലത്തിലോ മേൽവിലാസത്തിലോ ഉള്ളവര്
അതിനെതിരിൽ രംഗത്ത് വരാറില്ല. ഹിന്ദു സമൂഹത്തിലെ വേറെ ഏതെങ്കിലും സംഘടനകളിലൊക്കെ പെട്ട, ഉദാഹരണത്തിന് കമ്മ്യൂണിസ്റ്റുകാരൊക്കെ ആയ ആളുകൾ പ്രതികരിച്ചു എന്ന് വരും. അതും പരിമിതമാണ്. ഇതാണ് വസ്തുത. അതിനപ്പുറത്തേക്ക് നിങ്ങൾ പറയുന്ന വിധത്തില് അവര് ലക്ഷ്യമിട്ട് ആക്രമിക്കപ്പെടുന്നതായിട്ട് എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. പിന്നെ ഈ അക്രമമർദ്ദനങ്ങൾ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് അക്രമപരമായി നടക്കുന്ന സംഗതികള് കുറച്ചൊക്കെ ഉണ്ടാവുന്നുണ്ടാവും. കാരണം ബംഗ്ലാദേശിലെ മുസ്ലിങ്ങള് ഇസ്ലാം ഫോളോ ചെയ്ത് ജീവിക്കുന്ന ആളുകളാണ് എന്ന് നമുക്ക് പൂർണ്ണമായിട്ട് എല്ലാവരെ പറ്റിയും തീർത്ത് പറയാനൊന്നും കഴിയില്ല. ഇന്ത്യയിലേക്ക് പോലെയുള്ള മുസ്ലിങ്ങളുടെ ഒരു അവിയൽ സ്വഭാവത്തിലുള്ള എല്ലാം കൂടി കലർന്നുള്ള ഒരു അവസ്ഥയാണ് ബംഗ്ലാദേശിലെ മുസ്ലിങ്ങൾക്കുള്ളത്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടുള്ള അവരുടെ ഭാഗത്തു നിന്നുള്ള ഇസ്ലാമികമല്ലാത്ത പല നടപടികളും പ്രവർത്തനങ്ങളും ഒക്കെ ഉണ്ടായിന്ന് വരും. അത് ബംഗ്ലാദേശിന്റെ രൂപീകരണവും തുടർന്ന് അത് മുന്നോട്ട് പോകുന്ന രീതിയൊക്കെ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് ഇസ്ലാം മുൻനിർത്തിക്കൊണ്ട് സ്ഥാപിതമായ ഒരു രാജ്യമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംവിധാനത്തിനകത്തേക്ക് വന്നിട്ടുള്ള ഒരു രാഷ്ട്രീയ വ്യവസ്ഥയോ ഒന്നുമല്ല എന്നതാണ് ഇതിനുള്ള കാരണം. അപ്പോ ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ചോദ്യങ്ങൾ വല്ലതും ഇനിയും ഉണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്താൽ ഇൻഷാ അല്ലാഹ് നാളെ നമുക്കത് പരിഗണിക്കാം. ഇല്ല എങ്കിൽ ഇൻഷാ അല്ലാഹ് അടുത്ത സെഷൻ, അടുത്ത സൂറത്തിന്റെ പഠനത്തിലേക്ക് നമുക്ക് നീങ്ങുകയും ചെയ്യാം എന്നാണ് കരുതുന്നത്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.